തോ ബശ്ലോം ലഹെർഗോ ദിയസ്രീൻ വർബാദ്ലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 24-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പേഴ്സണൽ പ്രോനൗൺസും ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, പ്രഥമ പുരുഷൻ, തൃതീയ പുരുഷൻ എന്നിവയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് തേർഡ് പേഴ്സൺ, ആരെപ്പറ്റിയാണ് പറയുന്നത്, അതാണ് തേർഡ് പേഴ്സൺ, തൃതീയ പുരുഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് ഈ പേഴ്സണൽ പ്രോനൗൺസിന് സംയോജക രൂപമുണ്ട്, കോപ്പുള. ക്രിയയായി ആകുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രൂപമാണ്. അതും നമ്മൾ ഇപ്പോൾ കാണുന്നു തേർഡ് പേഴ്സൻ്റെ. തേർഡ് പേഴ്സൺ പേഴ്സണൽ പ്രോനൗൺ, തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ, വ്യക്തിഗത സർവനാമം, തൃതീയ പുരുഷൻ പുല്ലിംഗം ഏകവചനം. അവൻ, ഹൂ എന്നാണ് അവൻ എന്നുള്ളതിൻ്റെ വാക്ക്. ഹൂ ആണ് അവൻ. ഇത് അവനാകുന്നു എന്നുള്ള സംയോജക രൂപം, കോപ്പുള, 2 എണ്ണമുണ്ട്. അത് വായിക്കേണ്ടത് ഹേയുടെ അടിയിൽ വരെയുണ്ട്. അപ്പം അത് ഊ എന്ന് മാത്രം വായിച്ചാൽ മതി. ആ വാവിൻ്റെ ഊ എന്ന സ്വരത്തിൻ്റെ ഊവും വാവും, ഊ. പിന്നീട് വേറൊരു രൂപമുണ്ട്, ഹേ സൈലൻ്റാണ്, വാവ് മാത്രമുള്ള, അത് വ എന്ന് വായിച്ചാൽ മതി. അപ്പോൾ സംയോജക രൂപം ഊ വ, പേഴ്സണൽ പ്രോനൗൺ ഹൂ, സംയോജക രൂപം ഊ വ. 2 എണ്ണമുണ്ട് സംയോജക രൂപം. അക്ഷരമാലയിലെ ഓലാഫ്, വാവ്, യൂത്, ഈ 3 അക്ഷരങ്ങൾ മൃദുവായ അക്ഷരങ്ങൾ, വീക്കായിട്ടുള്ള, ദുർബലമായിട്ടുള്ള അക്ഷരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ദൃഢാക്ഷരങ്ങൾ, സ്ട്രോങ് ലെറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ദൃഢാക്ഷരങ്ങൾക്ക് ശേഷം തൃതീയ പുരുഷ പുല്ലിംഗ സർവനാമം ക്രിയയായി ചേർക്കേണ്ടി വരുമ്പോൾ 2 സംയോജക രൂപങ്ങളിലെ ഊ എന്ന സംയോജക രൂപം ചേർക്കുന്നു. ദൃഢാക്ഷരങ്ങൾക്ക് ശേഷം ഊ എന്ന സംയോജക രൂപം ഉപയോഗിക്കുന്നു. ഉദാഹരണം ശ്രദ്ധിക്കുക. മൽക്കോ രാജാവ്, താമോൻ അവിടെ, ഊ ആകുന്നു. താമോൻ എന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരം നൂൻ. ഇത് ദൃഢാക്ഷരമാണ്, സ്ട്രോങ് ലെറ്ററാണ്. അപ്പോൾ അതിനുശേഷം ഊ എന്ന സംയോജക രൂപം ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. രാജാവ് അവിടെയാകുന്നു, ദ കിങ് ഈസ് ദെയർ. മൽക്കോ താമോനു. ഇനിയും ദുർബല മൃദു അക്ഷരങ്ങൾക്ക് ശേഷം തൃതീയ പുരുഷ പുല്ലിംഗ സർവനാമപദം ക്രിയയായി ചേർക്കേണ്ടി വരുമ്പോൾ അവസാന അക്ഷരത്തിൻ്റെ ഓ എന്ന സ്വരം ആ എന്നാക്കി മാറ്റി വ എന്ന സംയോജക രൂപം ഉപയോഗിക്കുന്നു. ദുർബല അല്ലെങ്കിൽ മൃദു അക്ഷരങ്ങൾക്ക് ശേഷം സംയോജക രൂപം ചേർക്കുന്നത് വ എന്നതാണ്. അവസാനത്തെ അക്ഷരത്തിൻ്റെ ഓ എന്ന സ്വരം ആ എന്നാക്കി മാറ്റണം. ശ്രദ്ധിക്കുക. ഹൂ, മൽക്കാവ്. ഇവിടെ മൽക്കോ എന്ന വാക്കിൻ്റെ അവസാനത്തെ ഓ എന്ന സ്വരം മാറി ആ എന്നായി, അവസാനം വ. അപ്പോൾ അത് ഹൂ മൽക്കാവ്, ഇവൻ രാജാവാകുന്നു. ഇനിയും പേഴ്സണൽ പ്രോനൗൺ തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ. ഹീ അവൾ, ഷീ. ഹി എന്ന് കേട്ടാൽ അത് ഇംഗ്ലീഷിലെ ഹി അല്ല, സുറിയാനിയിലെ ഹി എന്ന് വെച്ചാൽ ഷീ ആണ്, അവൾ. ഇതിനും അവളാകുന്നു എന്നുള്ള സംയോജക രൂപം 2 എണ്ണമുണ്ട്. ഈ അല്ലെങ്കിൽ യ, ഈ അല്ലെങ്കിൽ യ. അവൾ, ഹി, അവളാകുന്നു, ഈ അല്ലെങ്കിൽ യ. നേരത്തേതുപോലെ തന്നെ ദൃഢാക്ഷരങ്ങൾക്ക് ശേഷം
ഈ എന്ന സംയോജക രൂപം ഉപയോഗിക്കണം. ദൃഢാക്ഷരങ്ങൾക്ക് ശേഷം ഈ എന്ന സംയോജക രൂപം. ഉദാഹരണം, മൽക്ക് തോ ക്യൂൻ, താമോൻ അവിടെ ഈ ആകുന്നു. മൽത്തോ താമോനി. താമോൻ എന്ന അവസാനത്തെ അക്ഷരം ദൃഢമായതുകൊണ്ടാണ് ഈ എന്നുള്ള സംയോജക രൂപം ഉപയോഗിച്ചിരിക്കുന്നത്. മൽത്തോ താമോനി, ദ ക്യൂൻ ഈസ് ദെയർ. ദുർബലാക്ഷരങ്ങൾക്ക് അല്ലെങ്കിൽ വീക്ക് ലെറ്റേഴ്സ്, മൃദു അക്ഷരങ്ങൾക്ക് ശേഷം തൃതീയ പുരുഷ സ്ത്രീലിംഗ സർവനാമപദം ക്രിയയായി ഉപയോഗിക്കുമ്പോൾ യ എന്ന സംയോജക രൂപം ഉപയോഗിക്കുന്നു. നമുക്ക് ഉദാഹരണം നോക്കാം. മൽത്തോയ്, ഹി മൽത്തോയ്, ഹി ഇവൾ, മൽത്തോ രാജ്ഞി, യ ആകുന്നു. അവിടെ മൽത്തോ എന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരമായ ഓലഫ് ദുർബലാക്ഷരമായതുകൊണ്ടാണ് അവസാനം യ എന്നത് ചേർത്തിരിക്കുന്നത്. ഹി മൽത്തോയ്, അവൾ രാജ്ഞിയാകുന്നു. ഇനിയും തേർഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ, അവർ, ഹേനൂൻ, ദേ. അതിൻ്റെ കോപ്പുള അല്ലെങ്കിൽ സംയോജക രൂപം തികച്ചും വ്യത്യസ്തമായ ഒരു പദമാണ് അവർ ആകുന്നു എന്നുള്ളതിന്. ഹേനൂൻ അവർ, അവർ ആകുന്നു ഏനൂൻ, ഹേനൂൻ ഏനൂൻ. ഇവർ രാജാക്കന്മാരാകുന്നു. ഹേനൂൻ ഏനൂൻ മൽക്കേ, ദേ ആർ കിങ്സ്. ഇനിയും അതിൻ്റെ ഫെമിനിൻ ഹേനേൻ, അവർ എന്നുള്ളത് തേർഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ, ഹേനേൻ. അതിൻ്റെ കോപ്പുള തേർഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ, അവർ ആകുന്നു ഏനേൻ, ഹേനേൻ ഏനേൻ. ഹേനേൻ ഏനേൻ മൽക്കോസോ, ഇവർ രാജ്ഞിമാരാകുന്നു. ദേ ആർ ക്യൂൻസ്, ഹേനേൻ ഏനേൻ മൽക്കോസോ. ഇനിയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട ഫസ്റ്റ് പേഴ്സൺ ഉണ്ട്. ഈ ഫസ്റ്റ് പേഴ്സൺ പേഴ്സണൽ പ്രോനൗൺസിനും തേർഡ് പേഴ്സൻ്റെ സംയോജക രൂപങ്ങൾ ക്രിയയായിട്ട് ഉപയോഗിക്കാം. ഫസ്റ്റ് പേഴ്സൺ പേഴ്സണൽ പ്രോനൗൺസിന് തേർഡ് പേഴ്സൺ സംയോജക രൂപങ്ങൾ ക്രിയയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഏനാവ് മൽക്കോ, ഏനോ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ ആണ്, വ് എന്നുള്ളത് തേർഡ് പേഴ്സൺ ആണ്. അപ്പോൾ അവസാനത്തെ അക്ഷരം, ഏനോയുടെ അവസാനത്തെ അക്ഷരം ഓലഫ് ആയതുകൊണ്ടാണ് വ് എന്ന സംയോജക രൂപം ഉപയോഗിച്ചിരിക്കുന്നത്. ഏനോയുടെ ഓ എന്നത് ആ എന്ന് മാറ്റി ഏനാവ് മൽക്കോ, ഞാൻ രാജാവാകുന്നു. അതിൻ്റെ ഫെമിനിൻ ഏനോയ് മൽക്കുത്തോ, സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ പേഴ്സണൽ പ്രോനൗൺ ഫസ്റ്റ് പേഴ്സൺ, വെർബ് കോപ്പുള തേർഡ് പേഴ്സൺ ഫെമിനിൻ, ഏനോയ് മൽക്കുത്തോ, ഞാൻ രാജ്ഞിയാകുന്നു. ഇതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, ഞങ്ങൾ രാജാക്കന്മാരാകുന്നു, വി ആർ കിങ്സ്. ഹ്നാൻ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലാണ്, ഏനൂൻ അതും തേർഡ് പേഴ്സൺ പ്ലൂറലാണ്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ സബ്ജക്റ്റിന് തേർഡ് പേഴ്സൺ വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. ഹ്നാൻ ഏനൂൻ മൽക്കേ, വി ആർ കിങ്സ്. ഇനിയും ഫെമിനിൻ സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ഫെമിനിൻ, ഹ്നാൻ ഏനേൻ മൽക്കോസോ, വി ആർ ക്യൂൻസ്. ഹ്നാൻ ഏനേൻ മൽക്കോസോ, ഞങ്ങൾ രാജ്ഞിമാരാകുന്നു. ഇതുപോലെ തന്നെ ദ്വിതീയ പുരുഷ സർവനാമ പദങ്ങൾക്കും സെക്കൻഡ് പേഴ്സൺ പേഴ്സണൽ പ്രോനൗൺസിനും തേർഡ് പേഴ്സൺ കോപ്പുള തേർഡ് പേഴ്സൺ തൃതീയ പുരുഷ സംയോജക രൂപങ്ങൾ വെർബായി ഉപയോഗിക്കാവുന്നതാണ്. ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിച്ചതുപോലെ തന്നെ സെക്കൻഡ് പേഴ്സൺ പേഴ്സണൽ പ്രോനൗൺസിനും
തേർഡ് പേഴ്സൺ കോപ്പുള തൃതീയ പുരുഷ സംയോജക രൂപങ്ങൾ ക്രിയയായി ഉപയോഗിക്കാവുന്നതാണ്. ആത്തു മൽക്കോ, ആത്ത് സെക്കൻഡ് പേഴ്സൺ, ഉ വെർബ് തേർഡ് പേഴ്സൺ. ആത്തു മൽക്കോ. ആത്ത് ദൃഢാക്ഷരമായതുകൊണ്ടാണ് ഉ എന്ന കോപ്പുള ഉപയോഗിച്ച് വ് എന്നത് ഉപയോഗിക്കാതിരുന്നത്. ആത്തു മൽക്കോ. യു ആർ കിങ്, നീ രാജാവാകുന്നു. ഇനി നീ രാജ്ഞിയാകുന്നു. ആത്തി മൽക്തോ. അവിടെ ആത്ത് നീ രാജ്ഞിയാകുന്നു. ആത്ത് നീ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ, ഹി ആകുന്നു തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ. ഇനിയും ആത്തൂൻ ഏനൂൻ മൽക്കേ, യു ആർ കിങ്സ്, നിങ്ങൾ രാജാക്കന്മാരാകുന്നു. ആത്തൂൻ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ, ഏനൂൻ തേർഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ. അപ്പോൾ സെക്കൻഡ് പേഴ്സണ് തേർഡ് പേഴ്സൺ വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ആത്തൂൻ ഏനൂൻ മൽക്കേ, യു ആർ കിങ്സ്. ഇനിയും അതിൻ്റെ ഫെമിനിൻ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ആത്തേൻ, അതിന് വെർബ് ഏനേൻ മൽക്കോസോ, നിങ്ങൾ രാജ്ഞിമാരാകുന്നു. യു ആർ ക്യൂൻസ്. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി കാണാം. പേഴ്സണൽ പ്രോനൗൺ തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ, ഹൂ ഇവൻ. ഹേനൂൻ തേർഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ, ഇവർ. ഹൂ ഹേനൂൻ, ഇവൻ ഇവർ. തൃതീയ പുരുഷൻ സ്ത്രീലിംഗം ഏകവചനം പേഴ്സണൽ പ്രോനൗൺ തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ഹി ഇവൾ, തേർഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ഹേനേൻ ഇവർ. നമ്മൾ നേരത്തെ കണ്ടതാണ് ആത്ത് ആത്തൂൻ, സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ, സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ആത്ത് ഫെമിനിൻ പ്ലൂറൽ ആത്തേൻ. ഇനി ഫസ്റ്റ് പേഴ്സൺ പ്രഥമ പുരുഷൻ ഉഭയലിംഗം ഏകവചനം ഏനോ, ബഹുവചനം ഹ്നാൻ, ഏനോ ഹ്നാൻ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൂടി സംഗ്രഹിക്കാം. ആദ്യം പഠിച്ചത് പേഴ്സണൽ പ്രോനൗൺസ് ആണ്. അത് ഫെമിനിൻ പ്ലൂറൽസിന് മാത്രം പ്ലൂറലിനെ സൂചിപ്പിക്കുന്ന 2 കുത്തുകൾ ഇടുന്നു. തേർഡ് പേഴ്സൺ നമ്മൾ പഠിച്ചത് ഹൂ ഹേനൂൻ, ഹി ഹേനേൻ. സെക്കൻഡ് പേഴ്സൺ ആത്ത് ആത്തൂൻ, ആത്ത് ആത്തേൻ. ഫസ്റ്റ് പേഴ്സൺ ഏനോ ഹ്നാൻ. നമുക്കത് ഒന്നിച്ച് കാണാം. പേഴ്സണൽ പ്രോനൗൺ തേർഡ് പേഴ്സൺ മാസ്കുലിൻ ഹൂ പ്ലൂറൽ ഹേനൂൻ, ഹി ഹേനേൻ, ആത്ത് ആത്തൂൻ, ആത്ത് ആത്തേൻ, ഏനോ ഹ്നാൻ. ഒന്നുകൂടി ഹൂ ഹേനൂൻ, ഹി ഹേനേൻ, ആത്ത് ആത്തൂൻ, ആത്ത് ആത്തേൻ, ഏനോ ഹ്നാൻ. ഇനി നമ്മൾ പഠിച്ചത് ഇവയുടെ എല്ലാം പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ എല്ലാം സംയോജക പദങ്ങൾ കോപ്പുള. ആദ്യം തേർഡ് പേഴ്സൺ ഊ വ് സിംഗുലർ പ്ലൂറൽ ഏനൂൻ. തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ഈ അല്ലെങ്കിൽ യ പ്ലൂറൽ ഏനേൻ. ഒന്നുകൂടി ഊ അല്ലെങ്കിൽ വ് ഏനൂൻ, ഈ അല്ലെങ്കിൽ യ ഏനേൻ. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ പ്ലൂറൽ ആത്ത് ആത്തൂൻ, ഫെമിനിൻ സിംഗുലർ പ്ലൂറൽ ആത്ത് ആത്തേൻ. സെയിം ആണ്, പേഴ്സണൽ പ്രൊനൗണുമായിട്ട് വ്യത്യാസമില്ല. ഫസ്റ്റ് പേഴ്സൺ കോമൺ സിംഗുലർ നോ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ നാൻ, നോ നാൻ. ഇത് നമുക്ക് ഒന്നിച്ച് കാണാം. ഊ അല്ലെങ്കിൽ വ് ഏനൂൻ, ഈ അല്ലെങ്കിൽ യ ഏനേൻ, ആത്ത്
ആത്തൂൻ, ആത്ത്, ആത്തേൻ, നോ, നാൻ. തൗദി, സഗി.